മിഴി ഫിലിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് രണ്ട് രഹസ്യങ്ങളാണ്. രഹസ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയുണ്ടല്ലോ, തിയേറ്ററിലൊക്കെ വലിയ വിജയമായിട്ട് ഇപ്പോൾ OTTയിൽ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. ആ ഒരു സിനിമയിലെ രണ്ട് സീക്രട്ടുകളാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ ആ രഹസ്യം പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാകും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ സീക്രട്ട് എന്താണെന്ന് നോക്കാം. നമ്മൾ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണെന്ന് എല്ലാ ആൾക്കാർക്കും മനസ്സിലാകാൻ തുടങ്ങി. അതിനുശേഷം ഈ മഞ്ഞുമ്മൽ ബോയ്സിലെ യഥാർത്ഥ ആളുകളെ നമ്മൾ TV-യിലും സോഷ്യൽ മീഡിയയിലും ന്യൂസുകളിലുമൊക്കെ നമ്മൾ കാണാൻ തുടങ്ങി. ഇതിൽ യഥാർത്ഥ ആ ഒരു സംഭവത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരെയെല്ലാം നമുക്ക് ഇപ്പം എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഒരു മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ ഈ യഥാർത്ഥ ക്യാരക്ടേഴ്സായിട്ടുള്ള ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ അങ്ങനെ അവരതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിലെ യഥാർത്ഥ ക്യാരക്ടേഴ്സായിട്ടുള്ള ആൾക്കാർ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ സംവിധായകനായിട്ടുള്ള ചിദംബരം തന്നെയാണ് അത് പറഞ്ഞത്. എവിടെയാണ് അവർ അഭിനയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സിനിമ തുടങ്ങുമ്പോൾ ഒരു കല്യാണ വീട്ടിൽ വെച്ചൊരു വടംവലി നടക്കുമല്ലോ. ഈ ഒരു വടംവലിയിൽ എതിർ ടീമായിട്ട് വരുന്ന, അതായത് സിനിമയിലെ മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ എതിർ ടീമായിട്ട് വരുന്ന ആ വടംവലിച്ച് ജയിക്കുന്ന ടീമുണ്ടല്ലോ, അവരിൽ എല്ലാ ആൾക്കാരുമില്ല, കുറച്ച് ആൾക്കാർ യഥാർത്ഥ മഞ്ഞുമ്മൽ ബോയ്സിലെ ആൾക്കാരാണ് ആ വടംവലിയിൽ ജയിക്കുന്ന ടീം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് ആദ്യത്തെ സീക്രട്ട് എന്ന്. ഇനി നമുക്ക് ഈ ചിത്രത്തിലെ രണ്ടാമത്തെ ഒരു സീക്രട്ടിനെ പറ്റി നോക്കാം. ഇതിൽ നമ്മൾ സിനിമ കണ്ട എല്ലാവരും ശ്രീനാഥ് ബാസി ആ ഒരു കുഴിയിൽ വീണ് ആ ഒരു ഗുഹയിൽ കിടക്കുന്ന ഒരു സീന് നമുക്ക് എല്ലാവർക്കും ഓർമ്മ കാണും. കാര്യം അത്രയ്ക്ക് നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ഒരു സീനാണത്. ആ ഒരു സീനിൽ ശ്രീനാഥ് ബാസിയുടെ മേത്ത് നിറച്ച് ചെളിയും അഴുക്കുമൊക്കെ പറ്റി വളരെ വികൃതമായിട്ടിരിക്കുന്ന ആ ഒരു രൂപമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സീനിലെ ശ്രീനാഥ് ബാസിയുടെ മേക്കപ്പിൻ്റെ ഒരു സീക്രട്ടാണ്. ഇതിൽ ശ്രീനാഥ് ബാസി ഇത്രയും ഒരു കുഴിയിലും അഴുക്കിലും ചെളിയിലും ഒക്കെ കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് ആ ഒരു മേക്കപ്പിൽ ശ്രീനാഥ് ബാസിക്ക് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ച് കലക്കി ശ്രീനാഥ് ബാസിയുടെ മേത്തൊക്കെ തേച്ച് പിടിപ്പിച്ചേക്കുകയാണ്. അത് റോണക്സ് എന്ന് പറഞ്ഞ ഒരു മേക്കപ്പ് മാൻ്റെ ബുദ്ധിയാണെന്നാണ് സംവിധായകൻ ചിദംബരം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സീൻ നമ്മൾക്ക് കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ചെളി പറ്റി അഴുക്കുമൊക്കെ പറ്റിയിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ അത് മുഴുവൻ ഓറിയോ ബിസ്ക്കറ്റാണ് ശ്രീനാഥ് ബാസിയുടെ മേത്ത് തേച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടവർക്ക് വളരെ ഒറിജിനലായിട്ട് വളരെ റിയലായിട്ട് തോന്നുന്ന ആ ഒരു സീനിലെയൊക്കെ സീക്രട്ടൊക്കെ ഇതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.